കാട് കയറി പേപ്പർ ബാഗ് നിർമ്മാണ യൂണിറ്റ് പാഴായത് ലക്ഷങ്ങൾ. പാറശാല ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീക്ക് കീഴിൽ ലക്ഷങ്ങൾ മുടക്കി പ്രവർത്തനം ആരംഭിച്ച പേപ്പർ ബാഗ് യൂണിറ്റാണ് കാലങ്ങളായി പ്രവർത്തനം നിലച്ച നിലയിൽ കിടക്കുന്നത്. 8.5 ലക്ഷത്തോളം രൂപ മുടക്കി വാങ്ങിയ ഉപകരണങ്ങളും ഉപയോഗിക്കാതെ തുരുമ്പെടുത്ത് നശിക്കുകയാണ്. കാണാം ജിബിൻ ജെബി തയ്യാറാക്കിയ റിപ്പോർട്ട്. സംസ്ഥാന സർക്കാർ പ്ലാസ്റ്റിക് കവറുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയ സമയത്താണ് മാതൃകാപരമായ ഒരു നടപടി പാറശാല ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. സ്വന്തമായി കുടുംബശ്രീയുടെ കീഴിൽ ഒരു പേപ്പർ ബാഗ് നിർമ്മാണ യൂണിറ്റ് തന്നെ അവർ ആരംഭിച്ചു. പക്ഷേ 2 വർഷത്തിനിപ്പുറം ആരുടെയൊക്കെ നല്ല പ്രവർത്തനം കാരണം ആ യൂണിറ്റിന്റെ ഷട്ടർ വീണു. ലക്ഷക്കണക്കിന് രൂപയുടെ കെട്ടിടവും ഉപകരണങ്ങളും കാട് കയറി നശിക്കുകയാണ്. ജൂലൈ മാസത്തിൽ പ്രവർത്തനം ആരംഭിച്ച പേപ്പർ ബാഗ് യൂണിറ്റ് പ്രവർത്തിച്ചത് മാസങ്ങൾ മാത്രമാണ്. പഞ്ചായത്ത് മേഖലയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ മാത്രം പേപ്പർ ബാഗുകളുടെ വിതരണം നടത്തിയാൽ പോലും ലക്ഷങ്ങളുടെ വരുമാനം ലഭിക്കുമായിരുന്നു. എന്നാൽ 2022 മുതൽ 2024 വരെയുള്ള സാമ്പത്തിക വർഷത്തിൽ ആകെ ലഭിച്ച വരുമാനം 21,150 രൂപ മാത്രം. പട്ടികജാതി വനിതകൾക്ക് തൊഴിലവസരം സൃഷ്ടിക്കുന്നതിലേക്ക് വേണ്ടി 2005-ൽ 10 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. അതിനുശേഷം ഓരോ വർഷവും SC ഫണ്ട് ഈ പേപ്പർ ബാഗ് യൂണിറ്റിന് വേണ്ടി ഫണ്ട് അനുവദിക്കുകയും അതിന് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു കെട്ടിടം വയ്ക്കുകയും 2021-ൽ ഈ കെട്ടിടം സ്ഥാപിക്കുകയും അതിനുശേഷം നാളിതുവരെ കുറച്ചു കാലം ഒരു 10-25 ദിവസം മാത്രമാണ് ഈ സ്ഥാപനം തുറന്നു പ്രവർത്തിച്ചിട്ടുള്ളത്. അതിനുശേഷം ഒരു SC വനിതകൾക്കും ഇവിടെ ഒരു തൊഴിലവസരം കൊടുത്തിട്ടില്ല. ഇതെല്ലാം ഉദ്ഘാടനം 6 മാസം പ്രവർത്തിച്ചു. അതിൽ മാസത്തിൽ 1-2 ദിവസം ഇവിടെ ആൾക്കാർ ജോലിക്ക് വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞത് പൂട്ടിയതിന് ശേഷം സാമൂഹ്യ വൃത്തിയുടെ ശല്യമാണ്. ഇവിടെ രാത്രി അന്യവാഹനങ്ങൾ ഇവിടെ നിന്ന് തമിഴ്നാട്ടിൽ ശേഷം അന്യവാഹനങ്ങളെല്ലാം കൊണ്ട് ഇവിടെ പാർക്ക് ചെയ്യുക, പിന്നെ മദ്യപാനം, ഇതെല്ലാം ഇവിടെ കൊണ്ട്. 2021-22 സാമ്പത്തിക വർഷത്തിൽ കുടുംബശ്രീ SCP ഫണ്ടിൽ നിന്ന് 6.35 ലക്ഷം രൂപയാണ് ആദ്യഘട്ടത്തിൽ പേപ്പർ ബാഗ് നിർമ്മാണ യൂണിറ്റിനായി അനുവദിച്ചത്. അടുത്ത സാമ്പത്തിക വർഷം 2.5 ലക്ഷം രൂപ കൂടി അനുവദിച്ചു. എന്നാൽ അനുവദിച്ച തുക പൂർണ്ണമായി യന്ത്രങ്ങൾ വാങ്ങുന്നതിന് വിനിയോഗിച്ചു. അംഗങ്ങളിൽ നിന്ന് 50,000 രൂപ വീതം സമാഹരിച്ചാണ് പേപ്പർ ബാഗ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചത്. എത്രയും പെട്ടെന്ന് തുടർന്ന് പ്രവർത്തിപ്പിച്ച് പട്ടികജാതി പട്ടിക വിഭാഗക്കാർക്ക് അടക്കമുള്ള സ്ത്രീകൾക്ക് ഒരു തൊഴിൽ ലഭിക്കുന്നതിനും ഒരു നിത്യ വരുമാനം ഉണ്ടാകുന്നതിനും വേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്നും, ഇല്ലെങ്കിൽ ഇതിനെ തുടർന്ന് പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ട മേൽ നടപടികളുമായി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഈ പ്രദേശത്തെ ജനങ്ങൾ സംഘടിപ്പിച്ച് ബഹുജന പ്രക്ഷോഭം ആരംഭിക്കുന്നതാണെന്നുള്ള വിവരം അറിയിക്കുന്നു. 9 ലക്ഷം രൂപ വിനിയോഗിച്ച് ആരംഭിച്ച സ്ഥാപനത്തിൽ നിന്നുള്ള ഒരു മാസത്തെ ശരാശരി വരുമാനം 306 രൂപ മാത്രമായതോടെയാണ് സ്ഥാപനത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായി നിലച്ചത്. പേപ്പർ ബാഗ് യൂണിറ്റ് നിലച്ചതോടെ ലക്ഷങ്ങൾ ചെലവഴിച്ച് വാങ്ങിക്കൂട്ടിയ ഉപകരണങ്ങളും ഉപയോഗിക്കാൻ സാധിക്കാതെ നശിക്കുകയാണ്. സ്ഥാപനത്തിലേക്ക് സാധനങ്ങൾ വാങ്ങിയതിന്റെ ബില്ല് പോലും നിലവിൽ കൈവശമില്ല എന്നുള്ളതാണ് വസ്തുത. മാതൃകാപരമായി ആരംഭിച്ച ഒരു പ്രസ്ഥാനം, മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുമായിരുന്ന ഒരു പ്രസ്ഥാനം, ഇനിയെങ്കിലും ബന്ധപ്പെട്ടവരുടെ ഇടപെടൽ കൃത്യമായി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇനിയെങ്കിലും ഇതിനൊരു ശാപമോക്ഷം ലഭിക്കും. ആ പഞ്ചായത്തിന് തന്നെ മികച്ച ഒരു വരുമാന മാർഗം ആവുകയും ചെയ്യും. ജിബിൻ ജെബി, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.